ഓക്കെ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മള് 21 ഡേയ്സ് അബണ്ടൻസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ 21 ദിവസത്തെ ധ്യാന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പുതിയ ആളുകൾ ഉള്ളത് കൊണ്ട് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ ഇരിക്കേണ്ട പൊസിഷൻ കിഴക്കോട്ടാണ് ഇരിക്കേണ്ടത്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇരിക്കേണ്ടത്. ഇരിക്കുന്നത് നിലത്തിരിക്കാം, നിലത്തിരിക്കുമ്പോൾ ഒരു മാറ്റ്, പായ, എങ്ങനെയുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അബണ്ടൻസ് ചലഞ്ച് പ്രോഗ്രാം ആണ്. ശരി, റൈറ്റ്. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ടത്, ഈ ധ്യാന പ്രോഗ്രാമിന്റെ പ്രത്യേകത, നമ്മള് ഓരോ മൂവ്മെന്റുകളും ഞാൻ ആദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യാം ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കിഴക്ക് നോക്കിയിരിക്കാം. കിഴക്ക് നോക്കി, ദാറ്റ് മീൻസ് ഈസ്റ്റ് നോക്കി സുഖാസനത്തില് ചമ്രം പടിഞ്ഞിരിക്കാം. ഇപ്പൊ ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? നട്ടില് നിവർന്നിരിക്കുക, രണ്ട് കാലും പതിച്ചു വെച്ചിരിക്കും. കാലിന്റെ അടിയിലൊരു മാറ്റോ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം ചില ധ്യാനം ഓപ്പൺ ആയിട്ട് ഉള്ളതാണ്. ഇവിടെ തുണിയോ മറ്റുള്ള ഒന്നും ഇല്ലാതെ കാല് ടച്ച് ചെയ്തിരിക്കണം ചില ധ്യാനത്തിൽ. ചിലതിന് ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ എനർജി പുറത്തേക്ക് ലൂസായിട്ട് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ ഓരോ ധ്യാനത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ മൂവ്മെന്റുകൾ ഇരിക്കേണ്ടത്. സാധാരണ കോട്ടൺ വസ്ത്രം ധരിക്കാം. ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ആണ് മോർ കംഫർട്ടബിൾ. സിൽക്ക് തുണി പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, കോട്ടൺ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ധ്യാനത്തിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കും. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം അതിന്റെ നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് പ്രാർത്ഥനയോടുകൂടി ചില അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് പ്രോഗ്രാം ചെയ്യാം. ഈ വെള്ളം കുടിക്കുന്നതിലൂടെ കൂടുതൽ പോസിറ്റീവ് വൈബ് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഒരു 3 ടൈംസ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് ആ ഊർജത്തെ വെള്ളത്തിലേക്ക് കൊടുക്കുക. റൈറ്റ്? അപ്പൊ എന്നിട്ട് വേണം നമ്മൾ അത് കുടിക്കുന്നതിന്. ഓക്കെ, റൈറ്റ്. അതോടൊപ്പം നട്ടെല്ല് നിവർന്നിരിക്കുക, സ്പൈൻ സ്ട്രെയിറ്റൻ ചെയ്തിരിക്കുക, താടി സ്വല്പം താഴ്ത്തിയിരിക്കുക. ധ്യാനത്തിലുടനീളം നമ്മൾ നാവിനെ മേലണ്ണാക്കിലേക്ക് കണക്ട് ചെയ്യുക. റിലാക്സ് മൂവ്മെന്റിലേക്ക്. ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് വന്നിരിക്കും. ഓക്കെ, ക്ലിയർ? ഇത് പുതിയ ആളുകൾക്ക് വേണ്ടിയാണ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ട്രെയിനർ, മാസ്റ്റർ, ടീച്ചർ, ഗുരു അവർ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയണം. അത് മനസ്സിലാക്കി അവർ ആ പറയുന്ന പ്രവൃത്തിയെ കൂടുതൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. അതോടൊപ്പം നമ്മുടെ ബ്രീത്തിങ്, ശ്വസന രീതി കൂടി ഒരുപാട് മെത്തേഡുകളുണ്ട്. ശ്വാസം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഗുരു അല്ലെങ്കിൽ ടീച്ചർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ സിമ്പിളായി പാലിക്കുക. റിലാക്സ്ഡ് ആവുക, റെഡി ആവുക, ബ്രീത്തിങ്ങിലേക്ക് പോവാം. ബ്രീത്തിങ് എങ്ങനെയാണ്? ബ്രീത്തിങ് എന്താണ്? ബ്രീത്തിങ് എന്തിനാണ് ബ്രീത്തിങ് ശരിയായ ലെവലിൽ ചെയ്യുന്നത്? സ്റ്റൊമക് ബ്രീത്തിങ് ആണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ആദ്യം നോർമലായിട്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. ബ്രീത്തിങ് എന്ന് വെച്ചാല് റൈറ്റ് നോസ് ചൂടാണ് ഫോം ചെയ്യുന്നത്, ഹീറ്റ്. ലെഫ്റ്റ് തണുപ്പാണ്. ഓക്കെ,
റൈറ്റ് പുരുഷനാണെങ്കിൽ ലെഫ്റ്റ് സ്ത്രീയാണ്. റൈറ്റ് ലൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രകാശമാണ്, ഡേ ആണെങ്കിൽ ലെഫ്റ്റ് നൈറ്റ് ആണ്, രാത്രിയാണ്. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ ബാലൻസ് ചെയ്യണം. ഇട പിങ്കള നാടി, ഇട വെച്ചാൽ ഇടതും, പിങ്കള എന്ന് വെച്ചാൽ റൈറ്റുമാണ്. ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ നട്ടല്, നമ്മുടെ റൈറ്റ് ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, രണ്ടും ബാലൻസ്ഡ് ആണ്, കൂടുതൽ ആക്റ്റീവ് ആവും, റിലാക്സ്ഡ്. അപ്പൊ ഇട പിങ്കള നാടിന്റെ മധ്യത്തില് ഒരു ലൈൻ പോകുന്നുണ്ട്, നമ്മുടെ നട്ടലിന്റെ മധ്യത്തിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യും. സുഷ്മന നാടി, അതായത് നമ്മുടെ നട്ടലിന്റെ അറ്റം, ബേസ് പോയിന്റ്, മൂലാധാരം എന്ന് പറയും. ശിരാധാരം ചക്രങ്ങളെ കൺസിസ്റ്റ് ചെയ്യുമ്പോൾ മൂലാധാരം എന്ന് പറയും. അതിന്റെ നേരെ മേലെ സ്വാധിഷ്ഠാന ചക്രം, പൊക്കിളിന്റെ താഴെ, പൊക്കിളിന്റെ മേലെ മണിപ്പൂരക ചക്രം, അതിന്റെ മേലെ തൊണ്ടയുടെ 4 ഇഞ്ച് താഴെ അനാഹത ചക്രം, തൊണ്ടയുടെ അവിടെ വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം. അങ്ങനെ 7 പ്രധാനപ്പെട്ട ചക്രങ്ങളാണ് ഫിസിക്കൽ ബോഡി ഈ അന്നമയ കോശത്തിന്റെ പുറത്തും. അന്നമയ കോശം എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ബോഡിയാണ്. ഫിസിക്കൽ ബോഡി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ആ ഒരു എനർജി മൂവ്മെന്റിൽ ഉള്ള ബോഡിയാണ് ഫിസിക്കൽ ബോഡി. ഭക്ഷണം കുറച്ച് ദിവസം കഴിക്കാതിരുന്ന എന്ത് സംഭവിക്കും? ടയർഡാവും, ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറും, ശരീരം ശോഷിക്കാൻ തുടങ്ങും. ശരീരത്തിന് വേണ്ടുന്ന ഊർജം കിട്ടിയില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും, നമ്മൾ ടയർഡ് ഫീൽ ചെയ്യും. ഈ ശരീരത്തിന്റെ പുറത്തുള്ള ഊർജ സ്രോതസ്സാണ് പ്രാണമയ കോശം. പ്രാണമയ കോശം പ്രകൃതിയിൽ നിന്ന് ഉള്ള ഊർജത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഋഷിമാര്, മുനീശ്വരന്മാര്, മുനികള് അവർ ചെയ്യുന്നത് ആക്ച്വലി ഈ പ്രാണമയ കോശത്തെ ഡെവലപ്പ് ചെയ്യാണ്. ഈ പ്രാണമയ കോശം ഡെവലപ്പ് ആകുമ്പോൾ സംഭവിക്കുന്നു, നമുക്ക് ഈ പ്രാണമയ കോശം, പ്രാണൻ ഫിസിക്കൽ ബോഡിക്ക്, ശരീരത്തിന് ഊർജം തരുന്നു. അപ്പൊ ശരീരം ആ പ്രാണമയ കോശത്തിന് ഊർജം എടുക്കാൻ പഠിക്കും. ഓട്ടോമാറ്റിക് നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം, മോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് നമ്മളിവിടെ ഫിസിക്കലി ലൈഫ്, കുടുംബം ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെയും ബാലൻസ് ചെയ്യണം, സ്പിരിച്വലും ബാലൻസ്. നമ്മുടെ ആവശ്യങ്ങള്, ആഗ്രഹങ്ങള് ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം സക്സസ് ആവും. ഫിസിക്കലി സക്സസ് ആവും, സ്പിരിച്വലി സക്സസ് ആവും. അപ്പൊ ഇത് രണ്ടിനെയും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് കറക്റ്റ് ബാലൻസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അതിനാണ് 21 days അബണ്ടൻസ് ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത്.